ഏറെ നേരമായിരിക്കുന്നു. അങ്ങെത്തുവാൻ കാതങ്ങൾ ഇനിയും ബാക്കി. നടപ്പിൻ്റെ വേഗത കൂടിക്കൊണ്ടേയിരുന്നു. എന്താണ് പറയേണ്ടത്? എങ്ങനെയാണ് തുടങ്ങേണ്ടത്? അന്ന് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്നാഗ്രഹിച്ചു പോകുന്നു. അകലെ ആ ആൽമരച്ചുവട്ടിൽ അല്പനേരം വിശ്രമിക്കാം. എന്നിട്ടാവാം യാത്ര. ആകാശത്തിൽ നിന്ന് മരച്ചില്ലകൾക്കിടയിലൂടെ നേർത്ത വെള്ളി വെളിച്ചം കണ്ണുകളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു. ഇനിയും എത്ര നാളിങ്ങനെ? എന്തിനു വേണ്ടിയാണ് ഈ ഒളിച്ചോട്ടം? നമ്മൾക്കിടയിൽ എങ്ങനെ ഇത്രയധികം അകൽച്ച വന്നു? ഞാൻ എന്നും സംസാരം കൂടുതലായി ഇഷ്ടപ്പെട്ടിരുന്നില്ലല്ലോ. അവളുടെ വാതോരാതെയുള്ള സംസാരങ്ങൾ ശരിക്കും എനിക്കിഷ്ടമായിരുന്നില്ലേ? പിന്നെ എപ്പോഴാണ് നിന്നെ ഞാൻ അവഗണിച്ചിരുന്നത്? ഒരിക്കലും നീയില്ലാതെ, നിന്റെ സാമീപ്യമില്ലാതെ എനിക്കൊന്നിനും ആവുമായിരുന്നില്ലല്ലോ. പിന്നെ എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്? നീ ഇല്ലാതെ ഇത്രയും നാൾ എനിക്കത് ചിന്തിക്കുവാൻ കൂടി കഴിയുന്നില്ല. എൻ്റെ നിശബ്ദത അതാണോ നിന്നെ എന്നിൽ നിന്നകറ്റിയത്? എനിക്കെന്തോ സംഭവിച്ചിരിക്കുന്നു. ഞാൻ അങ്ങനെ നിശബ്ദനായ ഒരാളായിരുന്നില്ല. ഞാൻ എവിടെയായിരുന്നു ഇതുവരെ? മറ്റേതോ ലോകത്തായിരുന്നില്ലേ? എൻ്റെ ദേവിയും ഞാനും, അതായിരുന്നു എൻ്റെ ലോകം. പിന്നെ എങ്ങനെ ഞാൻ തനിച്ചായി? ഇതിപ്പോൾ ഇത്രയിടം വരെ എനിക്ക് ആരും കൂട്ടിനില്ലായിരുന്നല്ലോ. ഓപ്പോൾ എന്തിനാണ് എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്നത്? വലിയേട്ടൻ്റെ കണ്ണുകൾ എന്തിനിങ്ങനെ നിറഞ്ഞു ചുവന്നു? ദേവി, എന്തിനാണ് ഈ ഇറയത്ത് തനിച്ചു കിടക്കുന്നത്? നിലവിളക്കിൻ്റെ തിരുനാളം പടർന്നു കത്തുന്നു. ദേവി, എന്താണ് ഞാൻ ഇത്രയിടം വന്നിട്ടും എഴുന്നേൽക്കാത്തത്? ഓപ്പോളെ, ദേവിക്ക് ഉച്ചമയക്കം അത്ര പതിവുള്ളതല്ല. അവളെ കൂട്ടി കീഴൂട്ടേക്ക് ചെല്ലണം എന്ന് ഏട്ടത്തി പറഞ്ഞിരുന്നുവല്ലോ. അതിനല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ദേവിക്ക് അത് അറിവുള്ളതല്ലേ. എന്തിനാണ് എന്നെ ഈ മുറിയിൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത്? ഓപ്പോളെ, ദേവിയെ ഒന്ന് വിളിക്കൂ. ഞങ്ങൾക്ക് യാത്ര പോവാനുള്ളതാണ്. ദേവി, ദേവി, ആരുമില്ലേ അവിടെ?